ഈ 2 ആഴ്ച ഞാൻ ഡിവോഴ്സൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ. ഇവന്റെ കാര്യം ഉണ്ടൊന്നും പറയാനും പറ്റൂലോ. പുല്ലും 1 മണിയായാ. നീ ഉറങ്ങിയില്ലല്ലേ? എങ്ങനെ ഉറങ്ങാന്? എന്ത് പൊളിയാണല്ലേ. എത്ര ടൈപ്സ് ഓഫ് ചിക്സ് ആണല്ലേ മച്ചാനെ. ഇവൻ തള്ളിയായിരിക്കോ? ഏയ് അവനാ കഥ പറഞ്ഞപ്പോ അവന്റെ മനസ്സിൽ വന്ന ഫീലിങ്സ് കണ്ടില്ലേ? സത്യൊരിക്കടോ. അതാണ്. അതെ, നമുക്ക് പോയാലോ അങ്ങോട്ട്? അതിൽ സംശയമില്ല, നമ്മൾ എന്തായാലും പോകും. ഇപ്പൊ അന്വേഷിക്കാനാണെങ്കിലും പോകും. നോക്കണത് മധ്യപ്രദേശ് ഹണിമൂൺ. ഇതാരാ വിളിക്കണേ നോക്കി. ഒലക്കുട്ടി. ഹലോ. നീയൊന്നും ഉറങ്ങിക്കാണൂലെന്ന് എനിക്കറിയാം. അല്ല, നീ എന്താ ഉറങ്ങാത്ത? അല്ല, അത് പിന്നെ സൂര്യ പറഞ്ഞ ശരിയാണോ നോക്കാനേ ഞാൻ നെറ്റില് തപ്പായിരുന്നു. സംഭവം ശരിയാടാ, കൊറേ റിലേറ്റഡ് ടോപ്പിക് ഒക്കെ കിട്ടി. എല്ലാം പെശക. ഇവിടെ ഒരുത്തന്തേ ഗജറാഹ് മൊത്തം ഗൂഗിൾ ചെയ്ത് നോക്കണ്ട്. തോന്നി. അതെ, നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? നാളെ പറയാടാ. ഗുഡ് നൈറ്റ്. വൈഫ് ഓൺ റെന്റ് ഇൻ മധ്യപ്രദേശ്. ദദീച്ച പറാഠ. ഇതെന്താണെന്നറിയോ? നീ ഒന്ന് പോയേ. ഇത്ര നേരിട്ട മനുഷ്യനോട് കമ്പനി അടിച്ചിരിക്കുന്നു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി മധ്യപ്രദേശ് അങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ. ഏഞ്ചൽ, ഡിവോഴ്സ് ജോയിന്റ് പെറ്റീഷനാണ്. ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എനിക്കും കിട്ടാനുള്ളതല്ലേ. 3 മാസം. സംഗതി കൊള്ളാം. കതിരാവൻ പരിപാടിയൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ എനിക്കെന്തായാലും വരാൻ പറ്റില്ല. കാരണം എനിക്ക് ആ മറ്റേ ജോയിന്റ് പെറ്റീഷൻ്റെ പ്രോഗ്രാം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാം. ജോബെ, നീ ഇല്ലാണ്ട് എന്ത് യാത്രയാടാ? ഞാൻ പറഞ്ഞില്ലേ, ആ ഐറ്റത്തിന് ഈ കേസ് ഒഴിവാക്കി ഈ കടയും വിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് വേണമെങ്കിൽ വരാം. എന്നാ ശരി, നമുക്ക് പോയിട്ട് വരാം. ബംഗാൾ ഉൾക്കടലിലേക്ക് നമുക്ക് പോയി വന്നിട്ട് പോവാം. അല്ല വെച്ചാൽ ഉൾക്കടൽ ട്രിപ്പൊക്കെ വൈകൂലേ? ഇത് എത്ര ദിവസം എടുക്കും? ഇതൊരു 10 ദിവസം എന്തായാലും എടുക്കും. 10 ദിവസം ഒന്നും പോരാ, അതിലും കൂടുതൽ എടുക്കും. ഒരു 11, 12, 13 ദിവസം കൂട്ടിക്കും. ചിലപ്പോ അതിലും കൂടും. ഞാനൊന്ന് ആലോചിക്കട്ടെ. വേണ്ട ബ്രോ, വരണ്ട. അതല്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ ചെയ്ത് കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് വന്നിട്ടൊക്കെ നമുക്ക് ബംഗാളിലേക്ക് പോവാം. കുഴപ്പമൊന്നുമില്ല. എടാ, എന്ത് പരിപാടിയാ എന്നെ കൂടാതെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുണ്ടോ? അപ്പൊ അതിന്റെ മന്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കാം. ഒരു ലോ ബഡ്ജറ്റ്, പെർ ഡേ 1500 പെർ പേഴ്സൺ, അക്കോമഡേഷൻ, പെട്രോൾ ഇൻക്ലൂഡഡ്. ഒരു 1500 രൂപ. ട്രൈ ചെയ്ത് നോക്കാൻ മച്ചാനെ. അത് മതി, അതാ രസം. അങ്ങനെയാണെങ്കിൽ റൂട്ട് നമുക്ക് വയനാട്, മൈസൂർ, ഹൂബ്ലി, ഇൻഡോർ, ഖജറാവോ. ഇൻഡോർ വഴിയാണോ പോണത്? കിടലൻ റൂട്ടാ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനെയും കാണാൻ കയറായിരുന്നു. ബെസ്റ്റ്. എന്നാ മോനെ അവിടെ ചെന്നിട്ടേ അവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കും. എടാ, അതെ കോണ്ടോ എടുത്താ? കോണ്ട 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അവസാനം എന്നെ അടുത്ത് വയ്ക്കാൻ നിൽക്കരുതിട്ടാ. ഇതെന്തിനാണ് വാട്ടർ ബോട്ടില്? മിക്സേഷ്. ഓ, ഇവിടെ വന്നപ്പോ തന്നെ നൊസ്റ്റ് അടിക്കണു വെച്ചാനെ. നീ കോളേജിൽ പഠിച്ചു വിടണോ? നീ വാ, ഇനി ഫുഡ് അടിച്ചിട്ട് ബാക്കി ട്രിപ്പ്. യെസ്. എടാ, അവിടെ ചോറും മീൻകറിയും കിട്ടൂടാ? എടാ, ഈ ദാബയിലൊക്കെ റൊട്ടീനാണ്. എന്നാ അതും മീൻകറിയും കിട്ടുമോ? ചാള ചാളയാ? അതിന് 250 खाने के लिए क्या चाहिए? खाने के लिए चना रोस्ट. ये अच्छा है, अच्छा है. और भटूरा है इसके ना भैया? बाद ये भी अच्छा है. മാറ്റി हाँ, ठीक है. എടാ, ഇവിടെ ഒരു സാധനം അടിക്കാൻ കിട്ടും. ഇവിടുത്തെ ഒരു ലോക്കൽ സാധനമാണ്. അത് പൊളിയാണ്. ചാരായാണോ കള്ളാണോ എന്നറിയില്ല. ये इधर का नागमध्य था. हाँ, देशीदार है इधर का. पीने का है? पीने का. സാധനം അടിച്ചു കഴിഞ്ഞാൽ ചിരിച്ചോണ്ടിരിക്കും. ഇല്ല, പാമ്പല്ല. ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ല.
ये पीने के बाद में हमेशा हंसी आएगा അതന്നെ വേണ്ട ये वो दो चार कुടം दे दो कोड़ा मट्टा पूरे आदमी को पांच पांच 5 അഞ്ച് കുടം हाँ अंजी രണ്ടല്ലോ पूरे आदमी को പൂരാ पाँच? പാഞ്ച് ओ बलवीर തകർക്കുന്നു. എടാ നിനക്ക് കൊടുത്തി തന്നാ പോരെ അതോ കുപ്പിലിറക്കണോ ഞാൻ വരാം, നിങ്ങളെടുത്തോ, ഞാൻ വരാം. പൊള്ളിക്കും ഇന്നിവിടെ ഇരുന്ന് ചിജി മരിക്കും नाक मध्यादा നാഗമത്യ एलो जी എടാ ഇത് കള്ളല്ല എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ധാബയിലാണ്. ഇതിന്റെ പ്രത്യേകത ഈ ഒരു ഐറ്റം, ഇതിന്റെ പേര് നാഗു മദ്യാദ എന്നാണ്. ठीक है मजा करो ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചു अभी दूंगा जी ആയിരിക്കലും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിരി തുടങ്ങിയാ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല. നീ പോസ്റ്റ് എടുത്താണ് അതൊക്കെ പോസ്റ്റ് ചെയ്യണോട്ടാ. അതാകുമ്പോ ഇല്ലീഗൽ സാധനം വേണ്ടേ, പോലീസ് കൊണ്ടുപോയാലും അന്തരീക്ഷം കിടത്തിക്കോളാം കുറച്ചാണ്. അപ്പൊ പോസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ പോസ്റ്റ് ഉണ്ടോ? ഈ കണക്കിന് നിന്റെ ഹണിമൂൺ പോസ്റ്റ് ചെയ്യൂല എന്തായാലും നീ ഒരു കാര്യം ചെയ്ത് തൽക്കാലം ചെൽപ്പിട്ടത് ഇത് അസല് പാട്ടടാ മോനെ അടിപൊളിയാണ്. സെൽഫി അപ്പൊ ജേസ് ചേസ് ചേസ് ഇതെന്തത്? അടിക്കാൻ സുഖ സാധനം കൊള്ളാം നിനക്ക് ചിരി വരുന്നുണ്ടോ? നിനക്കോ? നിനക്ക് ചിരി വരുന്നുണ്ടോ? എടാ ശാനെ നിനക്ക് ചിരി വരുന്നുണ്ടോ? ഞാനത് ചെയ്യൂല. ಯಾರವರು ಅವರು ಮಲಯಾಳಿ ಸರ್ ಏನ್ ತಮಾಷೆ ಹೇಳಿ ओ जी बड़ा आदमी है, रोको उन लोगों को, बहुत प्रॉब्लम आएगा. अरे छोड़ दो भैया. ഇന്ന് ഇടിയോണ്ട് ചാവ് सुनो जी सुनो, छोड़ दो. എടാ കാട്ടുമാക്കാരെ